പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത ചെറുപയർ പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അതിനുശേഷം അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് കുറച്ച് വറ്റിയിരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 4-5 ഏലക്കായും ഒരിത്തിരി ഉപ്പും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസാണെങ്കിലും തണുത്ത ശേഷം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. നെയ്യിലേക്ക് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ മൂപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി.